നമസ്കാരം. ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരുടെ വാഗ്ദത്ത ഭൂമിയായ അമേരിക്കയിൽ ഇപ്പോൾ മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന കർശന നയം വിസ വിതരണത്തിലും കുടിയേറ്റത്തിലും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയും ചൈനയും ലക്ഷ്യമിട്ടുള്ള നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, IT പ്രൊഫഷണലുകൾ, വിനോദസഞ്ചാരികൾ എന്നിവരുടെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരുടെ പറുദീസയായ അമേരിക്കയിൽ ഇപ്പോൾ കാര്യങ്ങൾ പഴയപടിയല്ല. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതോടെ അമേരിക്ക ഫസ്റ്റ് നയം വിസ വിതരണത്തെയും കുടിയേറ്റത്തെയും ശ്വാസം മുട്ടിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയെ, ചൈനയെ ലക്ഷ്യമിട്ടുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർക്കുന്നത്. 2024 അപേക്ഷിച്ച് 2025 അമേരിക്ക അനുവദിച്ച വിസകളിൽ ഉണ്ടായത് റെക്കോർഡ് ഇടിവാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 2024 ആദ്യ 8 മാസങ്ങളെ അപേക്ഷിച്ച് 2025 അതേ കാലയളവിൽ 2.5 ലക്ഷം വിസകൾ കുറവാണ് അമേരിക്ക അനുവദിച്ചത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ ആഗസ്റ്റ് 2025 വരെ സ്ഥിരതാമസത്തിനുള്ള വിസകളിലും താൽക്കാലിക വിസകളിലും 11% കുറവുണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന വിസകളാണ് ഇതിൽ ഭൂരിഭാഗവും. ഇന്ത്യയിലും ചൈനയിലും നിന്നുള്ളവർക്ക് നൽകിയ വിസകളിൽ 84,000 എണ്ണത്തിന്റെ കുറവുണ്ടായി. ഇത് പ്രധാനമായും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ബാധിച്ചു. 2024 3.44 ലക്ഷത്തിലധികം വിദ്യാർത്ഥി വിസകൾ നൽകിയിരുന്ന സ്ഥാനത്ത് 2025 അത് 2.38 ലക്ഷമായി കുറഞ്ഞു. അമേരിക്കൻ പൗരന്മാരുടെ സഹോദരങ്ങൾ, മുതിർന്ന മക്കൾ എന്നിവർക്ക് നൽകുന്ന ഫാമിലി പ്രിഫറൻസ് വിസകളിൽ 27% കുറവാണ് ഉണ്ടായത്. വിമാന, കപ്പൽ ജീവനക്കാർക്കുള്ള വിസകൾ 30,876 എണ്ണവും സാംസ്കാരിക വിനിമയ വിസകൾ 29,594 എണ്ണവും കുറഞ്ഞു. പങ്കാളികൾക്കുള്ള വിസകൾ 37,229 നിന്നും 18,894 ചുരുങ്ങി. ടൂറിസ്റ്റ് വിസകളിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഏകദേശം 3.4% കുറവാണ് ഈ വിഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏകദേശം 2 ലക്ഷം വിസകളുടെ കുറവാണ് കാണിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള IT പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രധാനപ്പെട്ട H-1B വിസകൾ ഉൾപ്പെടെയുള്ള തൊഴിൽ വിസകളിലും കർശനമായ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അൺവെറ്റഡ് അഥവാ കൃത്യമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകാത്ത വിദേശ പൗരന്മാരെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. മുൻപ് അനുവദിച്ചിരുന്ന പല ഇളവുകളും ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ വലിയ കുറവ് അമേരിക്കൻ സർവകലാശാലകളുടെ വരുമാനത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് അമേരിക്കൻ വിദ്യാഭ്യാസ മേഖലയിലെ വലിയൊരു വിഭാഗം. അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകുക എന്ന വ്യക്തമായ ജനവിധിയോടെയാണ് ട്രംപ് അധികാരത്തിലെത്തിയെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അബിഗേൽ ജാക്സൺ പറയുന്നുണ്ട്. വിസ എന്നത് അവകാശമല്ല, മറിച്ച് ഒരു പ്രത്യേക ആനുകൂല്യം മാത്രമാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ടും വ്യക്തമാക്കുന്നു. സുരക്ഷാ പരിശോധനകളില്ലാതെ വിദേശ പൗരന്മാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറല്ല എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് അമേരിക്കൻ സർവകലാശാലകളുടെ വരുമാനത്തെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട്. വിനോദസഞ്ചാര മേഖലയിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ദൃശ്യമാണ്. ടൂറിസ്റ്റ് വിസകളിൽ ഏകദേശം 2 ലക്ഷത്തോളം എണ്ണത്തിന്റെ കുറവാണ് വന്നത്. എന്നാലും അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ നീക്കങ്ങൾ ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വിസ എന്നത് ഒരു അവകാശമല്ല, മറിച്ചൊരു പ്രത്യേക ആനുകൂല്യം മാത്രമാണെന്ന അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിലപാട് വരും ദിവസങ്ങളിൽ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കടുക്കുമെന്നതിന്റെ സൂചനയും നൽകുന്നുണ്ട്.